പിറന്നാളിന് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട് വേണ്ടപ്പെട്ടവർക്ക്, അല്ലേ? അങ്ങനെ വേണ്ടപ്പെട്ടവർക്ക് സമ്മാനം കൊടുക്കുന്നതിൽ ഏറ്റവും നല്ല സമ്മാനം ഏതാണ് എന്ന് നമ്മളിങ്ങനെ ഒരു നിമിഷം ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കുറേ ഉത്തരങ്ങൾ വരും. പക്ഷേ ഇവിടെ പറഞ്ഞു വരുന്ന അതൊന്നുമല്ല. പിറന്നാൾ ദിനത്തിൽ അച്ഛന് നിങ്ങൾ നൽകിയ സമ്മാനം എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പത്തനംതിട്ട കുമ്പഴ നന്ദനത്തിൽ അഖിലും അമലും ചേർന്ന് അവരുടെ അച്ഛന് നൽകിയ ഒരു സമ്മാനമുണ്ട്. പ്രേക്ഷകർ ഇനി കാണാൻ പോകുന്നത് ആ സമ്മാനവും ആ സമ്മാനം കൊടുത്തപ്പോൾ ഉള്ള സന്തോഷവുമാണ്. അത് നമ്മുടെ മുരളിച്ചേട്ടൻ. ഏതാ നമ്മുടെ താഴത്തെ മുരളിച്ചേട്ടൻ? ഏയ് അല്ലല്ല, പുള്ളിക്ക് ബുള്ളറ്റ് ഇല്ലല്ലോ. പുള്ളിയുടെ മക്കൾ ഈ പ്രാവശ്യം ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് മേടിച്ചു തവണയോ? ശരി. പുള്ളിക്ക് വേണ്ടൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു, ഒരു KL3C 406. അത് തന്നെ ഇപ്പോൾ പോയി, അത് തന്നെ മേടിച്ചു കൊടുത്തത്. അതെവിടെ നിന്ന് സംഘടിപ്പിച്ചു? അവൻ കുറേ തപ്പി, കുറച്ച് കഷ്ടപ്പെട്ട്. ഓ അത് ശരി. അപ്പം പിറന്നാൾ സമ്മാനം ഗംഭീരമായി. അതെ, നമുക്ക് വണ്ടി പോയൊന്ന് കണ്ടാലോ? ഏതാ? KL3C 406 അല്ലേ? അഖില, എവിടെ നമ്മുടെ പിറന്നാൾ സമ്മാനം? എവിടെ? അച്ഛൻ ഇപ്പോൾ ഫുൾ ടൈം അതില്ല, വണ്ടി ഓടിക്കാൻ വേണ്ടി പുറത്ത് പോയിക്കുന്നു കറങ്ങാൻ. വർഷം മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് പോയ വണ്ടി. ആയിരത്തി 1974 മോഡൽ. പിന്നീട് കൈമാറ്റം ചെയ്യപ്പെട്ട വണ്ടി വർഷങ്ങൾക്ക് ശേഷം പിറന്നാൾ സമ്മാനമായി മുരളീമോഹനെ തേടിയെത്തുകയായിരുന്നു. മക്കൾ അഖിൽ, അമൽ എന്നിവരുടെ കടലോളം സ്നേഹമുള്ള സമ്മാനം. വളരെ സർപ്രൈസ്ഡ് ആയിട്ട് ഈ വണ്ടി കണ്ടപ്പോൾ ഞാൻ ആദ്യം നോട്ട് ചെയ്തത് ഇതിൻ്റെ നമ്പറാണ്. നമ്പർ കണ്ടപ്പോഴത്തേന് പഴയ ഒരുപാട് ഓർമ്മകൾ വന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. ബന്ധുവിന് കൈമാറിയ വാഹനം 26 വർഷങ്ങൾക്കിടെ പല കൈമറിഞ്ഞു. 2 വർഷത്തോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് മലപ്പുറത്തുള്ള കൈവശക്കാരനെ കണ്ടെത്തിയത്. ചോദിച്ച പണം കൊടുത്ത് അച്ഛൻ്റെ ആ ഇഷ്ടവാഹനം സ്വന്തമാക്കി. നമ്മൾ ആവശ്യക്കാരനായി പോയതുകൊണ്ട് അത്യാവശ്യം മാർക്കറ്റ് ഉള്ള റേറ്റിനേക്കാളും ഒരു നല്ലൊരു എമൗണ്ട് കൂടുതൽ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ എനിക്കിത് ആ പഴയ ഒരു ലുക്കിൽ തന്നെ വേണം, പഴയ വണ്ടി എന്നുള്ളത് പഴയ വണ്ടിയുടെ ആ ലുക്കിൽ തന്നെ വേണമെന്നുണ്ടായിരുന്നു. കുറേ സാധനങ്ങളെല്ലാം മാറ്റി പഴയതിൻ്റെ ആക്കി. ഇനിയും കുറച്ചുകൂടെ കുറച്ചുകൂടെ മാറ്റിയാൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവും. ജോലി തിരക്ക് കാരണമായി പറഞ്ഞ് അച്ഛൻ്റെ പിറന്നാൾ ആഘോഷത്തിന് ഇക്കുറി എത്താനാകില്ലെന്ന് 2 നാൾ മുൻപേ വിളിച്ചറിയിച്ചു. ശേഷം കൂട്ടുകാരെ ആകെ വിളിച്ചുകൂട്ടിയാണ് സർപ്രൈസ് സമ്മാനദാനം നിർവഹിച്ചത്. കുറച്ച് കഴിഞ്ഞല്ലേ അവന്മാർ കേക്കും എടുത്ത് വെച്ചിട്ടേ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അന്നേരം ഇവനെ വിളിച്ചു വരുത്തുവന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പോഴത്തേക്ക് അച്ഛൻ്റെ മോൻ്റെയും കൂടെ ഉള്ളവർ അത് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി. ചേട്ടന് കറക്കം കുറച്ച് കൂടുതലാണെന്ന് ചേച്ചിക്ക് ഒരു പരാതിയുണ്ട്. പ്രായം 60 ആയിട്ടുണ്ട് കേട്ടോ. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. പ്രായം 60 ആയാലും 70 ആയാലും അച്ഛനങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കണമെന്ന ആൺമക്കൾക്ക് തോന്നലുണ്ടായാൽ പിന്നെ എന്ത് ചെയ്യും, അല്ലേ? അങ്ങനെയുള്ള മക്കൾ, കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന മക്കൾ. ഇതിലപ്പുറം സന്തോഷത്തിന് എന്ത് വേണം? അഭിലാൽ ചേർന്നുണ്ട് തത്സമയം കൂടെ. അഭിലാലെ പറയൂ, ആ അച്ഛനെയും മക്കളെയും അമ്മയും ഒക്കെ കണ്ട വിശേഷങ്ങൾ. ചില വാഹനങ്ങൾ അങ്ങനെയാണ്, ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സിൽ വല്ലാതെ ഇടം പിടിക്കും. അത് മറ്റൊരവസരത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ടാൽ പോലും ഒരിക്കലെങ്കിലും തിരിച്ചു കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ആ ഇഷ്ടം മനസ്സിൽ ബാക്കി നിൽക്കുകയും ചെയ്യും. വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം അവരുടെ വീട്ടിലെ ആൽബത്തിലുണ്ട്. വാഹനത്തോടൊപ്പം
അച്ഛനും അമ്മയും മകനും നിൽക്കുന്നതാണ് ആ ചിത്രം. അത് ചൂണ്ടിക്കാണിച്ച് പലപ്പോഴും മുരളീമോഹൻ ഈ വാഹനത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നത് കേട്ടാണ് മക്കൾ വളർന്നു വന്നത്. ഏതെങ്കിലും കാലത്തൊരവസരം വന്നാൽ അച്ഛൻ ഈ വാഹനം തിരിച്ച് എടുത്ത് നൽകാൻ കഴിയണമെന്നുള്ള ഒരു ആഗ്രഹം മക്കൾക്ക് ഇരുവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ദീർഘകാല നീണ്ട ശ്രമത്തിനൊടുവിലാണ് അഖിൽ അതിൽ വിജയിച്ചത്. ആദ്യം രജിസ്റ്റേർഡ് ഓണറെ കണ്ടെത്തി. പക്ഷേ അദ്ദേഹം വിദേശത്തായിരുന്നു. വാട്സപ്പ് വഴി ബന്ധം സ്ഥാപിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം കൈമാറിയതാണ് ഈ വാഹനം. പക്ഷേ ഓണർഷിപ്പ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ്. അങ്ങനെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കണക്ട് ചെയ്യപ്പെട്ട് അങ്ങനെ അവസാനം മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു വാഹന കച്ചവടക്കാരൻ്റെ കയ്യിൽ ഈ വണ്ടിയുണ്ട് എന്ന് ഉറപ്പിച്ച് അങ്ങനെ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ അദ്ദേഹം ചോദിച്ച പൈസ കൊടുത്ത് വാഹനം എടുക്കുന്നു. എറണാകുളത്തും ചങ്ങനാശ്ശേരിയിലുമായി 2 വർക്ക്ഷോപ്പുകളിൽ പണികൾ പൂർത്തീകരിച്ച് ഏറെക്കുറെ 60,000 രൂപ അതിന് ചിലവായി എന്നാണ് അഖിൽ പറയുന്നത്. അങ്ങനെ ആ വാഹനം പിറന്നാൾ ദിവസം അച്ഛനൊരു വലിയ സർപ്രൈസ് സമ്മാനമായി നൽകുകയാണ് ഉണ്ടായത്. തൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ തനിക്ക് കിട്ടിയ ഏറ്റവും മനോഹരവും ഏറ്റവും സന്തോഷം നൽകിയ ആ സമ്മാനമായിരുന്നു ഇക്കുറി ലഭിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊന്ന് ഈ കുടുംബത്തിൻ്റെ ആ കുടുംബ ബന്ധങ്ങളുടെ ഇഴയെടുപ്പമാണ് മറ്റൊന്ന്. ഏറ്റവും മനോഹരമായ സമ്മാനം, ഏറ്റവും ആകർഷകമായ സമ്മാനം അച്ഛന് ഈ പിറന്നാൾ ദിനത്തിൽ സമ്മാനിക്കുന്നതോടുകൂടി അച്ഛനും അമ്മയും മക്കളും ഒക്കെ തന്നെയുള്ള ഒരു കുടുംബത്തിൻ്റെ ആലോചിക്കുകയായിരുന്നു അഭിലാലെ. കുടുംബ ബന്ധങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇഴയെടുപ്പം, ആ ഇഴയെടുപ്പം എല്ലാ കാലവും എല്ലാവർക്കും സൂക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അച്ഛൻ്റെ മനസ്സറിയുന്ന മക്കൾ, മക്കളുടെ മനസ്സറിയുന്ന അച്ഛൻ, അമ്മ, അങ്ങനെ കുടുംബം എത്ര മനോഹരമായി കൂടുമ്പോൾ ഇമ്പമുള്ളതായി മുന്നോട്ട് പോകുന്നത് കാണുന്ന നമുക്കും ഒരു സന്തോഷവും ഒരു ആവേശവും ഒക്കെ ഒരു സുഖവും മനസുഖവും ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അഭിലാലിന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ആ കുടുംബവും ആയുരാരോഗ്യ സൗഖ്യങ്ങളോടെ ഏറെ നാളങ്ങനെ ഇഴയെടുപ്പത്തോടെ മുന്നോട്ട് പോട്ടെ.